ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മതി വരാത്ത കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ടുള്ളതാണ്. ഒരുപാട് പഴുത്ത് തൊലി കറുത്തു പോയതൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ പലഹാരത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിരകിയെടുത്ത തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയും ഈ ഒരു നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം നെയ്യിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് ഉരുക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിലുള്ള ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ വെള്ളം വെച്ച് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം, ഉടഞ്ഞു പോവണ്ട. എന്നാലും സ്പാച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറണം. അപ്പോഴേക്ക് നമുക്കിവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിന്റെ മിക്സിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് നിറയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ചൂടായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി വേറെ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ സ്പാച്ച് വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു കപ്പലണ്ടി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നേരത്തെ തന്നെ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഇതുപോലെ മാവ് റെഡിയാക്കി എടുത്തതിന് ശേഷം കുഴയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്നത്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ആ ഒരു ശർക്കരയുടെ ആ ഒരു നനവിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും ഒക്കെ കിട്ടുള്ളൂ. ഇപ്പം ഞാനിവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. മാവ് നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉരുട്ടിയെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിലോ ആകൃതിയിൽ വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തു. ഞാനിവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വീണ്ടും നെയ്യൊന്ന് സ്പ്രെഡ് ആക്കുക. ഇനി നമ്മുടെ കയ്യിൽ മാവ് വെച്ച് നന്നായി അമർത്തി ഉരുട്ടിയെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നെയ്യാവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും, അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഈ ഒരു നെയ്യ് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ അടച്ചു വെച്ചുകൊണ്ട് 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടി. ഈ ഒരു 2 ഓവർ കുക്കായിട്ടുണ്ട്. അത് ആ ഒരു ഭാഗത്ത് കുറച്ച് തീ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ബാക്കിയെല്ലാം കറക്റ്റാണ്.
ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി അടച്ചു വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.